പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. LDF സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നടത്തിയ മുണ്ടേരി ഫാമിലെ തൊഴിലാളി നിയമനം ഭരണമാറ്റത്തോടെ നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിനെതിരെ CPM പ്രക്ഷോഭത്തിലേക്ക്. എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഫാമിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ സെക്രട്ടറി VP അനിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് CPM ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ LDF ഗവൺമെന്റ് കഴിഞ്ഞ ഏതാണ്ട് 5-6 മാസം മുമ്പ് തൊഴിലാളികളെ അവിടെ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായി ജില്ലാ മുനിസിപ്പൽ കൃഷി ഓഫീസർ നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയും ഏതാണ്ട് 51 ആളുകളെ അവിടെ ജോലിക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 40 പുരുഷന്മാരും 11 വനിതകളുമാണ്. ഇവർക്കെല്ലാ മാനദണ്ഡം പാലിച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ഇവരെടുത്തത്. ഏതാണ്ട് ഒരു 500ഓളം ആളുകളെ ഇതിന് ഇന്റർവ്യൂവിനെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 81 ആളുകളെ സെലക്ട് ചെയ്തത്. ഈ സെലക്ട് ചെയ്ത ആളുകൾക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തു. ജൂൺ 1-ാം തീയതി അവിടെ ജോലിക്ക് കയറാൻ വേണ്ടി ചെന്നപ്പോഴാണ് മുൻ ഒരു അറിയിപ്പും ഇല്ലാതെ തന്നെ ഈ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമനം നിർത്തിവെച്ചതായി ഉദ്യോഗസ്ഥരോട് പറയുന്നത്. അപ്പോൾ ഇതിൽ അടിയന്തരമായി ഈ 51 ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കണം എന്നാണ് CPM ആവശ്യപ്പെടുന്നത്. സ്ഥലം MLA ആണ് ഫോൺ കോളിൽ തെറ്റായ പരാതി ഉന്നയിച്ച് നിയമന അട്ടിമറിക്ക് പിന്നിലുള്ളത്. നിയമന ഉത്തരവ് ലഭിച്ച് ജോയിൻ ചെയ്യാൻ വന്ന ഉദ്യോഗാർത്ഥികളെ തിരിച്ചയക്കുകയായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന കത്ത് നൽകി അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തിയ നിയമാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച നിയമനമാണ് ഭരണം മാറിയതോടെ UDF സർക്കാർ അട്ടിമറിച്ചതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. 51 ഒഴിവിലേക്കാണ് പുതിയ നിയമനം നടക്കേണ്ടിയിരുന്നത്. ഇതിൽ 40 പുരുഷന്മാരും 11 സ്ത്രീകളുമാണ്. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജില്ലാ എംപ്ലോയ്മെന്റിന് കത്ത് നൽകി നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും എല്ലാ സംവരണ നടപടിക്രമങ്ങളും പാലിച്ച് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമന നടപടികൾ നടത്തിയിരുന്നത്. ഒരാൾക്ക് 9 പേർ എന്ന തോതിലാണ് ഇന്റർവ്യൂവിന് ഹാജരായത്. ഇതിൽ നിന്നും അർഹതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റിന് സർക്കാർ അംഗീകാരം ലഭിച്ച് ജൂൺ മുതൽ ജോലിയിൽ പ്രവേശിക്കാൻ കത്തയച്ചു. ഇതിനിടെയാണ് നിയമന നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കൃഷി ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൊഴിലാളി നിയമന അട്ടിമറിയിലൂടെ സംസ്ഥാനത്തെ മികച്ച കൃഷി ഫാമിനെ തകർക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 51 തൊഴിലാളികളെയും ഉടൻ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് CPM ഏരിയ കമ്മിറ്റി ഫാമിലേക്ക് മാർച്ച് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ P ഷഹീർ, AT റെജി, M സുകുമാരൻ എന്നിവർ സംസാരിച്ചു. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.